നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 3.4 ആണ്. സെക്ഷൻ 3.4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അസിംപ്റ്റോട്ടിക് ഫോർമുലാസ് യൂസിങ് ഓയിലേഴ്സ് സമ്മേഷൻ ഫോർമുലയാണ്. ഓയിലേഴ്സ് സമ്മേഷൻ ഫോർമുല നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. അതിങ്ങനെയാണ്: സിഗ്മ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എഫ് ഓഫ് എൻ ഈക്വൽ ടു ഇന്റഗ്രൽ വൈ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി പ്ലസ് ഇന്റഗ്രൽ വൈ ടു എക്സ് ടി മൈനസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ടി എഫ് ഡാഷ് ടി ഡി ടി f plus f of x into integral part of x minus f of y into integral part of y minus y. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്തതാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ചില അസിംപ്റ്റോട്ടിക് ഫോർമുലാസ് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഓയിലർ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ടേമിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യണം. അത് ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞിട്ടില്ല. അത് കാരണം ഒരു റെഫറൻസ് മാത്രമാണ്. ഇതിനകത്ത് ഓയിലർ കോൺസ്റ്റന്റിന്റെ പ്രൂഫ് ഒന്നും നമുക്കില്ല. So is c equal to limit n tends to infinity 1 plus 1 by 2 plus etc plus 1 by n minus log n എന്ന് പറയുന്ന സീരീസിന്റെ അല്ലെങ്കിൽ സീക്വൻസിന്റെ ലിമിറ്റ് ആണ് c എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇതിനെ ഓയിലേഴ്സ് കോൺസ്റ്റന്റ് അറിയപ്പെടുന്നത്. ഇത് ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും. അത് ഓൾറെഡി പ്രൂവ്ഡ് ആണ്. തൽക്കാലത്തേക്ക് നമ്മുടെ ഡിസ്കഷനിൽ അത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കും. അപ്പൊ ഇത് 3.4 നമ്മൾ ഓയിലേഴ്സ് സമ്മേഷൻ ഫോർമുല ഉപയോഗിക്കുന്നു. ഈ പറയുന്ന കോൺസ്റ്റന്റ് ഐഡിയ കൂടെ ഉപയോഗിച്ച് നമ്മൾ അസിംപ്റ്റോട്ടിക് ഫോർമുലാസ് ഡിറൈവ് ചെയ്യാൻ പോകും. അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്? സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1 ബൈ n ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി പ്ലസ് ഓഫ് 1 ബൈ എക്സ്. സി എന്ന് പറയുന്നത് ഓയിലേഴ്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതില് ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1 ബൈ n. അപ്പൊ ഇതിൽ ഓയിലേഴ്സ് സമ്മേഷൻ ഫോർമുല അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഓയിലേഴ്സ് സമ്മേഷൻ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ ഓയിലേഴ്സ് സമ്മേഷൻ ഫോർമുല നോക്കി കഴിഞ്ഞാൽ പറയാൻ പറ്റും. സിഗ്മ വൈ ലെസ് ദാൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എഫ് ഓഫ് എൻ. ഇത് ഒരു അരിത്മെറ്റിക്കൽ ഫംഗ്ഷൻ എഫ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ എടുക്കുക. ആ എഫിന്റെ എന്നിൽ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യണം. അതിന് നമുക്ക് എന്ത് വേണം? രണ്ട് ലിമിറ്റ് വേണം. വൈ തുടങ്ങി എക്സ് വരെ. സോ വൈ ലെസ് ദാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. y less than n less than or equal to x f of n. അതായിരിക്കണം നമ്മുടെ ലെഫ്റ്റ് സൈഡ്. അപ്പൊ നമ്മളിവിടെ എ പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ലെഫ്റ്റ് സൈഡ് അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അങ്ങനെ ആക്കി മാറ്റണം എന്നുള്ളതാണ്. സിഗ്മ n less than or equal to x 1 by ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ്. ഇത് n ന്റെ ബിഗിനിങ് ഓഫ് x ന്റെ ds അല്ല 1 by ന് വാല്യൂ. ഇത് നമുക്ക് 1 പ്ലസ് സിഗ്മ n less than or equal to x 1 by 2. 1 ഞാൻ n equal to 1 ആദ്യത്തെ ടേമിൽ ഞാൻ എക്സ്ട്രാക്ട് ചെയ്തു. സിഗ്മ 1 less than or equal to x 1 by 2. ഇതിനെ നമുക്ക് എന്താ പറയുക? ഓയിലേഴ്സ് സമ്മേഷൻ ഫോർമുല പറയാം. ഓയിലേഴ്സ് സമ്മേഷൻ ഫോർമുല പറയുമ്പോൾ 1 എഴുതി. this is equal to integral y എന്ന് പറയുന്നത് 1 ആണ്. 1 x ആണ്. 1 to x f of t dt. f of t dt എന്ന് പറയുന്നത് 1 by t dt plus again integral 1 to x t minus integral part of t times minus 1 by t square dt. ഈ പറയുന്നത് എന്താ പറയാ? f of t 1 by t ആണ് ഡെറിവേറ്റീവ് ആണ്. ലെഫ്റ്റ് ഹാൻഡ്. ഇനി ബാക്കി ടേംസ് integral part of x minus x എന്ന് പറഞ്ഞത് integral part of x minus x into f of x ആണ്. f of x 1 by x ആയതുകൊണ്ട് പിന്നെ മൈനസ് integral part of y minus y. y എന്ന് 1 ആയതുകൊണ്ട് integral part of y എന്ന് പറയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഡിഫറൻസ് 0 ആയിരിക്കും. ഈ ടേം 0. ഇതാണ് റൈറ്റ് സൈഡ്. നെക്സ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് 1 പ്ലസ് ഇന്റഗ്രൽ 1 to x 1 by t dt minus 1 to x t minus integral part of t divided by t square dt plus integral part of x minus x divided by x. ഫസ്റ്റ് ലൈൻ നോക്കുക. അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു. ഈ 1 വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. ഈ 1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് 1 എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റണം എന്നുള്ളതാണ്. ബാക്കിയെല്ലാം നമുക്ക് അതുപോലെ തന്നെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് എഴുതിയോണ്ടാണ് എനിക്കിവിടെ പ്ലസ് ആയിട്ട് കിട്ടിയത്. അല്ലെങ്കിൽ എക്സ് മൈനസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് എഴുതിയാൽ നമുക്ക് എന്താ പറയാ മൈനസ് ആക്കി മാറ്റി എഴുതാൻ പറ്റും. പ്ലസ് തന്നെ എഴുതാൻ പറ്റും. ഇനി
ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക സിഗ്മ n less than or equal to x 1 by n equal to integral 1 to x dt by t minus this quantity plus 1 minus this one. ഓക്കെ, നമ്മൾ എഴുതിയത് ഇത് ഇന്റർ പാർട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് ചെയ്താണെങ്കിൽ ഇവിടെ പ്ലസ് ആയിട്ട് കിട്ടും. ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഇയാൾ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണ്. ഇതിന് നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു, 1 ഇവിടെ ഉണ്ട്. ഇതിന് നമ്മൾ എഴുതുന്നത് O of 1 by x ക്വാണ്ടിറ്റി എക്സ് മൈനസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു 1-നേക്കാൾ താഴെയുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് മൈനസ് 1 by x എക്സ് മൈനസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് ബൈ എക്സിന് O of 1 by x എഴുതിയിട്ടുണ്ട്. അത് എഴുതാനുള്ള കാരണത്തിലേ ഉള്ളൂ, ക്വാണ്ടിറ്റി ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് മൈനസ് മൈനസ് 1 ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിനെ കൺസിഡർ ചെയ്താൽ is equal to x minus integral part of x divided by x ഇത് less than or equal to 1 by x. അപ്പോൾ നമുക്ക് പറയാനുള്ളത് f of x less than or equal to 1 by x. If this quantity equal to O of 1 by x. So this implies this x minus integral part of x given the minus of this ഇനി ചെയ്തിരിക്കുന്നതാണ് 1 to integral 1 to x t dt t minus integral part of t by t സ്ക്വയറിന് ഈ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യും. ഈ ഇന്റഗ്രൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൈനസ് ഓഫ് ഇന്റഗ്രൽ ആണ്. അപ്പൊ ഈ ഇന്റഗ്രൽ 1 to x ന് ഇന്റഗ്രൽ 1 to infinity minus x to infinity എഴുതും. ഇത് മൈനസ് അപ്ലൈ ചെയ്യും, അപ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഓക്കെ, അതായത് മൈനസ് ഔട്ട് എഴുതി കഴിഞ്ഞാൽ ഈ പറയുന്ന മൈനസ് ഔട്ട് എഴുതി കഴിഞ്ഞാൽ 1 to infinity നിന്ന് x to infinity മൈനസ് ചെയ്ത പോലെ. അപ്പൊ ഇതിനെ പറ്റി നമുക്ക് ബോധറേഷൻ ഇല്ല, കാരണം ഇതൊരു കോൺസ്റ്റന്റ് ആണ്. കാരണം 1 to infinity t minus t integral part of t by t square dt ആണ്. ഇതൊരു കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റി ആയിരിക്കും, പക്ഷെ ഇത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. കാരണം ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിനകത്തൊരു എക്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി സെപ്പറേറ്റ് സ്റ്റഡി ചെയ്യണം. അപ്പൊ ഇയാളെ പറ്റി സ്റ്റഡി ചെയ്യാൻ വളരെ എളുപ്പമാണ്, കാരണം ഇത് t minus integral part of t less than 1 ആയതുകൊണ്ട് ഇത് ഇന്റഗ്രൽ 1 to infinity 1 by t square ആയിട്ട് ഡോമിനേറ്റ് ചെയ്യും. അല്ലേ, ഡോമിനേറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഞാൻ ഇവിടെ എഴുതാം, ഇന്റഗ്രൽ 1 to infinity t minus integral part of t divided by t square dt ഇതിനെ നമുക്ക് less than or equal to ഇന്റഗ്രൽ 1 to infinity 1 by t square dt എന്ന് പറയും. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഇതിന്റെ t സ്ക്വയറിന്റെ ഇന്റഗ്രൽ t raised to minus 1 minus 1 by t from 1 to infinity. So ഇതിന്റെ infinity കൊടുക്കുമ്പോൾ minus of 1 ഫൈനൈറ്റ് ക്വാണ്ടിറ്റി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അത് ഞാനിവിടെ കാണിക്കാം. അതായത് ഇവിടെ ഇന്റഗ്രൽ 1 to infinity t മൈനസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് t ഡിവൈഡഡ് ബൈ t സ്ക്വയറിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ 1 to infinity 1 by t സ്ക്വയർ dt എഴുതാം. അത് 1 by t സ്ക്വയറിന്റെ ഇന്റഗ്രൽ മൈനസ് 1 by t ആണ്, ഫ്രം 1 to infinity ആണ്. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 ലേക്ക് ടെൻഡ് ചെയ്യും, മൈനസ് ഓഫ് മൈനസ് 1 വരും. സോ 1 കിട്ടും ആൻസർ. ഇയാളൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇയാളെ പറ്റി നമുക്ക് ബോധറേഷൻ ഇല്ല, അയാൾ നമുക്കൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെന്ന് അറിയാം. അയാൾ എന്താണെങ്കിലും അയാൾ നമ്മൾ അങ്ങനെ തന്നെ എഴുതും. ഇത് പക്ഷെ നമ്മൾ സ്റ്റഡി ചെയ്യണം. ഇത് വീണ്ടും നമ്മൾ എഴുതാൻ പോകുന്ന ഇതേ ആർഗ്യുമെന്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി 1 by t സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോ അഗൈൻ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുക ഇവിടെ 1 by x എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ആണ്. അതാണ് ഇവര് അടുത്ത പേജിൽ എഴുതിയിരിക്കുന്നത്. The improper integral 1 to infinity t minus integral part of t by t square dt exists since it's dominated by this function, this integral, and if we consider this x to infinity integral, we can get that is always less than or equal to 1 by x. അപ്പോൾ ഈ പറയുന്ന ഇന്റഗ്രലിനെ നമുക്ക് എന്തായിട്ട് റിപ്ലേസ് ചെയ്യാം? O of 1 by x ആയിട്ട് റിപ്ലേസ് ചെയ്യാം. സോ O of 1 by x, O of 1 by x again എന്ത് എഴുതി? O of 1 by x എഴുതി. So sigma n less than or equal to x 1 by n equal to log x plus 1 minus this is a finite quantity whatever it may be plus O of 1 by x. ഇത് നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന 1 മൈനസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിനെ എന്ത് വിളിക്കാണ്? സി എന്ന് വിളിക്കുന്നു. ഓക്കെ, അതിന് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്തായിട്ട് മാറി? LHS can be written as, ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ LHS എന്തായിരിക്കും? എന്തായിട്ട് എഴുതാൻ പറ്റും? സിഗ്മ n less than or equal to x 1 by n log x plus c plus O of 1 by x. അത് നമുക്ക് കിട്ടേണ്ട റൈറ്റ് സൈഡ് ആയിരുന്നു. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ സി എന്ന് പറയുന്നത് ഓയിലർ കോൺസ്റ്റന്റ് ആണെന്ന് വെരിഫൈ ചെയ്യണം. ആ വെരിഫിക്കേഷൻ ആണ് അടുത്തത്.
ചെയ്തിരിക്കുന്നത്. സി എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് സി എക്സ്ട്രാക്ട് ചെയ്യാം. എന്തായിരിക്കും ഇവിടെ സി? ദിസ് സം. ഓക്കെ, അല്ലെങ്കിൽ ലോഗ് എക്സിനെ ഓ എഫ് 1/x ലെഫ്റ്റിലേക്ക് ട്രാൻസ്പോസ് ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് ഇവിടെ ഈ പറയുന്ന സമ്മേഷൻ n less than or equal to x 1/n മൈനസ് log x പ്ലസ് ഓ എഫ് 1/x. ഓക്കെ, ടേക്ക് ദ ലിമിറ്റ്സ്. എന്ത് സംഭവിക്കും? ആസ് ലിമിറ്റ് x ടെൻഡ്സ് ഇൻഫിനിറ്റി ദിസ് ക്വാണ്ടിറ്റി ഈസ് ഇതായിരിക്കും സി ആണ്. ഇതിനാണ് നമ്മൾ ഓയിലർ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ പറയുന്ന ഏത് ഫംഗ്ഷൻ ആണെങ്കിലും ഈ ഡോമിനേഷൻ ഉള്ളത് കൊണ്ട് ആസ് x ടെൻഡ്സ് ഇൻഫിനിറ്റി ഇതങ്ങോട്ട് സീറോയിലേക്ക് പോകും. അപ്പൊ ഈ പറയുന്ന എന്താ പറയാ, ഈ നമ്മൾ എഴുതിയിരിക്കുന്ന ഓ ഓഫ് എക്സിന്റെ ക്വാണ്ടിറ്റി, ഓ എഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ ആയിരുന്നു. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ട് പോയിക്കോളും? സീറോയിലേക്ക് പോയിക്കോളും. അപ്പോൾ ആസ് x ടെൻഡ്സ് ഇൻഫിനിറ്റി എടുക്കുമ്പോൾ, അതായത് ഈ പറയുന്ന ലോഗ് എക്സിനെ യു ഓഫ് 1/x ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്ത് ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് സിഗ്മ n less than or equal to x 1/n മൈനസ് ലോഗ് എക്സ് എങ്ങോട്ട് പോകും? ഓയിലർ കോൺസ്റ്റന്റിലേക്ക് പോകും. ഈ പറയുന്ന ഓഫ് 1/x എടുക്കുന്നത് എങ്ങോട്ട് പോകും? സീറോയിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ സി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഓയിലർ കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റും.